പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മളെല്ലാവരും വളരെ ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗൾഫിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാവും എന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ പല ഇൻവെസ്റ്റേഴ്സും പാനിക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മളുടെ തന്നെ പല ഇൻവെസ്റ്റേഴ്സും അവർ വിളിക്കാറുണ്ട്, ഇപ്പം എമൗണ്ട് വിഡ്രോ ചെയ്യട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിലവിലത്തെ SIPs എല്ലാം സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യണം, എന്തുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു മൂവി ഇൻഡെക്സസ്. മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇക്വിറ്റി മാനേജ്മെൻറ്റ് ടീമാണ്. അപ്പോൾ അവരുടെ ഒരു മൂവി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മൂവി ഇൻഡെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 മുതൽ, അതായത് ഇവിടെ 1999 ജാനുവരി 1 മുതൽ ഇതുവരെയുള്ള നിഫ്റ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സാണ് മൂവി ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ച് PE റേഷ്യോ, അതോടൊപ്പം തന്നെ PB റേഷ്യോ, പിന്നെ ഡിവിഡൻഡ് ഡീൽ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഇവർ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു മാർക്കറ്റിന് ആ ഒരു ഇതിന് ഒരു വാല്യൂ കൊടുക്കും. അതാണ് ഈ മൂവി ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മൂവി ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 130 മുകളിലാണെങ്കിൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 6 മന്തിനുള്ളിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് -23% ആണ്. ഒരു വർഷത്തിനുള്ളിൽ കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -43% ആണ്. 2 വർഷം കൊണ്ട് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 1.8%. അതായത് മൂവി ഇൻഡെക്സ് 130, അതായത് മുകളിലേക്ക് പോകും തോറും മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്നാണ് അർത്ഥം. ഈ മൂവി ഇൻഡെക്സ് താഴേക്ക് വരുന്തോറും മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആണ്. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 120-120നും 130നും ഇടക്കാണെങ്കിൽ, ഇത് ഏകദേശം ഒരു 27 വർഷത്തെ ആവറേജ് ഡേറ്റ വെച്ചിട്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പം 120നും 130നും ഇടക്കാണെങ്കിൽ 6 മാസത്തിനിടെ ഏകദേശം ഒരു 8% റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2% റിട്ടേൺ കിട്ടാനാണ് പോസിബിലിറ്റി. 2 വർഷത്തെ ടൈം നോക്കിക്കഴിഞ്ഞാൽ -5% റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസാണ് ഉള്ളത്. ഇതുപോലെ തന്നെ 80നും 90നും എടുക്കുകയാണെങ്കിൽ ഇവിടെ 9.2, 18.6, പിന്നെ 24 മന്ത് ആണെങ്കിൽ 25% റിട്ടേൺ. ഇപ്പോൾ ഇവിടെ ബിലോ 70% വരെയാണ് ഇതിൻ്റെ ഒരു ഇൻഡെക്സ് വാല്യൂ വരുന്നത്. ബിലോ 70 നോക്കിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു 45% റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. 12 മാസത്തേക്കാണെങ്കിൽ 56%, 24 മാസത്തെ ആവറേജ് റിട്ടേൺ 40% വരെ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഈ മൂവി ഇൻഡെക്സ് കൊണ്ട് പറയുന്നത്. അതായത് ഈ മൂവി ഇൻഡെക്സ് വാല്യൂ കൂടുതലാവും തോറും, ഇതിപ്പോൾ മോട്ടിലാലിൻ്റെ ഒരു മോഡലാണ്, ഇതുപോലെ തന്നെ ഇപ്പം ICICIക്കും എല്ലാവർക്കും പല രീതിയിലുള്ള മോഡലുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഇപ്പം ഈ ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൂവി ഇൻഡെക്സ് മുകളിലേക്ക് പോകും തോറും മാർക്കറ്റ് ഓവർ വാല്യൂ ആയിക്കൊണ്ടിരിക്കും, താഴേക്ക് വരും തോറും ഇത് അണ്ടർ വാല്യൂ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 5 ഇയേഴ്സ് പീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൂവി ഇൻഡെക്സിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 17 മാർച്ച് 2021 135 വരെ വന്നിരുന്നു. അതാണ് ഇപ്പോൾ 5 വർഷത്തെ നമ്മൾ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പീക്കായത് 2021 135 വരെ വന്നിരുന്നു. 5 വർഷത്തിനിടെ ഏറ്റവും ലോവസ്റ്റ് വന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 21 അത് 95 വരെ വന്നിരുന്നു, 95 വരെ വന്നിരുന്നു. ഇനി 15 വർഷത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂവിയുടെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വന്നത് ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ്. അതായത് 2021 മാർച്ച് 17 135 വരെ വന്നിരുന്നു. ഏറ്റവും ലോവസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ഏപ്രിൽ അറൗണ്ട് 83 വരെ. ഒരു പർട്ടിക്കുലർ ഡേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 23 മാർച്ച് 2020, അന്നാണ് ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒറ്റയടിക്ക് മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഏറ്റവും ബോട്ടം, അതായത് 15 വർഷത്തിനിടെ ഏറ്റവും ബോട്ടം 70 എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് വന്നത്. പക്ഷെ അത്
നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തിരിച്ച് റിട്ടേൺ കയറി. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ നമ്മളുടെ ഒരു വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂവി ഇൻഡെക്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം മെജോറിറ്റി ടൈമിലും മൂവി ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 മൂവി ഇൻഡെക്സ് ഉണ്ട്. ഒന്ന് ഇപ്പോൾ കറണ്ട് മൂവി, പിന്നെ 30 ദിവസത്തെ ആവറേജ് വെച്ചിട്ടുള്ള ഒരു മൂവി ഇൻഡെക്സും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രേ കളറിലുള്ളത് കറണ്ടും ബ്ലാക്ക് കളറിലുള്ളത് 30 ദിവസത്തെ ആവറേജും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98.13യും 30 ദിവസത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ 99. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ നിൽക്കുന്നത് 90നും 100നും ഇടക്കുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പറയുന്നത് അടുത്തൊരു 12 മാസത്തേക്ക് കഴിയുമ്പോൾ, അതായത് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു ആവറേജ് 24% വരെ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ 24, അത് 2 വർഷത്തേക്കാണെങ്കിൽ ഒരു ആവറേജ് ഒരു 20% റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കണക്കുകളെല്ലാം വരുന്നത്. യുദ്ധം ഇനി വീണ്ടും നീണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ബോട്ടത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം യുദ്ധം പെട്ടെന്ന് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ തന്നെ ഇതെല്ലാം തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും ബോട്ടത്തിലെത്തിയിട്ട് മൊത്തം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാകുന്നതാണ്. എൻ്റെ ഇത്ര നാളത്തെ ഒരു ഹിസ്റ്ററി, കാരണം ഞാൻ 19 വർഷം, ഈ ജൂൺ ആകുന്ന സമയത്ത് 19 വർഷം ഈ ഒരു ഇൻഡസ്ട്രിയിൽ തേക്കണേന്. ഈ ഏറ്റവും ബോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. എന്താണ് അതിന് കാരണം എന്ന് പറയാം? കാരണം ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഈ ന്യൂസ് എല്ലാം വരുന്നത് ഇപ്പം വല്ല ഈവനിങ് ടൈമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഇത് യുദ്ധം അവസാനിച്ചു എന്നൊക്കെ ന്യൂസ് വരുന്നത്. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ ഏറ്റവും പീക്കിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ. ആ സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പിന്തുടരാവുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവർ SIPs സ്റ്റോപ്പ് ചെയ്യരുത്. സാധിക്കുന്നവരെ SIP എമൗണ്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് അവരുടെ SIP എമൗണ്ട് കൂട്ടുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫർദർ മാർക്കറ്റിൽ വലിയ ക്രാഷ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഈ സമയത്താണ് നമ്മൾ മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ലെവലിലെത്തുമ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ SIPs നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ SIP വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഏറ്റവും ബോട്ടത്തിൽ എത്തുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്, 5 ലക്ഷം രൂപ ഇപ്പം തന്നെ എൻട്രി ചെയ്യുക. കാരണം ഇപ്പം നാളെ എങ്ങനെയാണ് യുദ്ധം തീരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക്, കാരണം ഇപ്പം എൻട്രി ചെയ്ത് കഴിഞ്ഞാലും താങ്കളെ സംബന്ധിച്ച് റീസണബിൾ റിട്ടേൺസ് താങ്കൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ബാക്കി വരുന്ന ഒരു 50% ഒരു വീക്കിലി ഒരു STP പോലെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അധികം താമസിക്കാതെ തന്നെ വൺസ് ഈ ഒരു യുദ്ധമൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാസീവ് ഇൻകം, ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു 10 വർഷമെങ്കിലൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന ഫണ്ടുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ ഈ ഒരു ബക്കറ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ഒരു ബക്കറ്റ് പ്രിൻസിപ്പിൾ വഴിയൊക്കെ ഈ സമയത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ അവർക്ക്
അവരെ കോർപ്പസ്, അതായത് റെഗുലർ ഇൻകത്തോടൊപ്പം തന്നെ അവരെ കോർപ്പസും വളരെ വലിയ രീതിയിൽ തന്നെ കൂട്ടാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ ടീമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈം ഇപ്പം നമ്മൾ സംബന്ധിച്ച് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സമയം കിട്ടുള്ളൂ. കാരണം ഇപ്പം സാധാരണ രീതിയിൽ ശരിക്കും ഇതുപോലുള്ള ഒരു യുദ്ധമൊക്കെ വന്ന സമയത്ത് മാർക്കറ്റ് ഇത്ര ഇടിഞ്ഞാൽ പോരാ. പക്ഷെ എന്തുകൊണ്ട് മാർക്കറ്റ് വലിയ രീതിയിൽ കറക്ഷൻ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 4-5 വർഷത്തെ നിങ്ങൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു കൊണ്ടിരിക്കും. ഓരോ വർഷം എന്നോളം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചേക്കണം. പക്ഷേ ഇത്തരം എമൗണ്ട് പിൻവലിച്ചിട്ടും എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് വളരെ സ്ട്രോങ് ആണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 30,000 കോടി രൂപയോളം SIP ത്രൂ മാത്രം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. 30,000 കോടി രൂപ. അപ്പോൾ 30,000 × 12 നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം 4 ലക്ഷം കോടി രൂപ SIP ത്രൂ മാത്രം മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്നിപ്പോൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഇഷ്യൂസ് വന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇടി വരാത്തത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം മലയാളികളെ സംബന്ധിച്ച് ഗൾഫ് എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പാൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഗൾഫ് കൺട്രീസിന് ഇപ്പം എക്സ്പോർട്ടിങ് അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ഓവർ ഡിപ്പെൻഡൻസി ഇപ്പം ഗൾഫ് കൺട്രി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷേ പാൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്രയ്ക്കും വലിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിക്ഷേപ സംബന്ധമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.